കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം തൊട്ട് 13-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, നിൻ്റെ പേര് എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എൻ്റെ പേർ ലഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പട്ടണങ്ങളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, യേശു ഒരിക്കൽ ഒരു ദുരാത്മാവ് പിടിച്ച ഒരു മനുഷ്യൻ, കല്ലറയ്ക്കൽ കിടന്ന ഒരു മനുഷ്യൻ്റെ അടുക്കലേക്ക് പോയി. അവൻ കടലിനൊക്കെ ഗദരദേശത്ത് എന്ന് കിടക്കുന്നു. ഗദരദേശത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ദുരാത്മാവ് പിടിച്ച ഒരു മനുഷ്യൻ കല്ലറയ്ക്കൽ ഉണ്ടായിരുന്നു. അപ്പോൾ കടൽ കടന്ന് യേശു അവിടെ കാൽ വെച്ചതും ദുരാത്മാവിന് മനസ്സിലായി ഞങ്ങളെ ബന്ധിക്കുവാനുള്ള ആൾ വന്നു എന്ന്. അപ്പോൾ ആ ഒരു ദുരാത്മാവ് പിടിച്ച മനുഷ്യൻ ഉറച്ച് നിലവിളിച്ചു, പിന്നെ ഞങ്ങളെ സമയത്തിന് മുമ്പേ ദണ്ഡിക്കരുത് എന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കല്ലറയിൽ ജീവിച്ചു, അവന് ശരിക്കൊരു ബോധമില്ലായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ യേശു അവനോട് ചോദിച്ചു, നീ ആര് എന്ന് ചോദിച്ചതിന് ലഗ്യോൻ എന്ന് പറഞ്ഞു. അപ്പോൾ ലഗ്യോൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം അശുദ്ധാത്മാക്കളുടെ കൂട്ടമാണ്. അവർ ലഗ്യോൻ എന്ന് പറഞ്ഞപ്പോൾ ആ പിശാചുക്കളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. അപ്പോൾ അടുത്ത ഗ്രാമത്തിൽ കുറേ പന്നിക്കൂട്ടങ്ങൾ മേഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ പന്നികളുടെ ഇടയിൽ പോകുവാൻ ഞങ്ങൾക്ക് അനുവാദം തരണം എന്ന് പൈശാചിക ശക്തികൾ കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് അനുവാദം കൊടുക്കുകയും ചെയ്തു. അപ്പം താഴത്തോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ പന്നിക്കൂട്ടങ്ങൾ കൂട്ടത്തോടെ ഒരു സ്വസ്ഥതയില്ലാതെ, എന്ന് പറഞ്ഞാൽ ഈ പൈശാചിക ശക്തികൾ അതിൽ കയറിയപ്പോൾ അവരുടെ സമനില തെറ്റി. അവർ ഓടിച്ചെന്ന് കടലിൽ ചാടി എല്ലാം ചത്തുകളഞ്ഞു എന്ന് ബൈബിൾ കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ ലഗ്യോൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം പിശാചുക്കളുടെ കൂട്ടമാണ്. പ്രിയ ദൈവമക്കൾ, അപ്പോൾ ഈ ഒരു പിശാചുക്കളുടെ കൂട്ടം അകത്ത് വരുമ്പോൾ ആ മനുഷ്യരിൽ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്ന് കേട്ടാൽ, അവൻ ആരെന്ന് അവന് അടയാളം അറിയത്തില്ലായിരുന്നു. അതേപോലെ തന്നെ താൻ എവിടെയായിരിക്കുന്നു എന്നുള്ള ഒരു ബോധമില്ല. വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ചിന്ത ആ മനുഷ്യന് ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ശരിക്ക് കഴിക്കുകയോ കുളിക്കുകയോ ഷേവ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഒരു പ്രാകൃത രൂപനായി തന്നെ മറന്ന് അടയാളം പോലും ഇല്ലാതെ ആ മനുഷ്യൻ അവിടെ കടന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു കൂട്ടം അശുദ്ധാത്മാക്കൾ അവൻ്റെ ശരീരത്തിൽ കയറി അവനെ കല്ലറകളിൽ പാർപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് അറിയാം പ്രിയ ദൈവമക്കളെ, നമ്മളുടെ ഇടയിൽ തന്നെ സുയബോധമില്ലാതെ അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ആലയമായ തങ്ങളുടെ ശരീരങ്ങളെ കീറി മുറിച്ച് എല്ലാം ദണ്ഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അതേപോലെ തന്നെ അശുദ്ധ വാക്കുകൾ പറയുന്നവർ, വേശ്യധനം ചെയ്യുന്നവർ, ഇങ്ങനെ ആരെയെങ്കിലും നമ്മുടെ ഇടയിൽ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ലഗ്യോൻ എന്ന ഒരു കൂട്ടം പിശാചുക്കളെ ഇടയിലുള്ള ഏതൊക്കെ പിശാചുകൾ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ദൈവം ഒരിക്കലും ഇങ്ങനെയുള്ള ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ദുർസ്വഭാവികളായിരിക്കുന്നവരെ ആയാലും മദ്യപാനികളായാലും മയക്കുമരുന്നിനും വെറിക്കൂത്തുകൾക്ക് അടിമയായവരെ ആയാലും ദണ്ഡിപ്പിക്കണമെന്നോ നരകത്തിലയക്കണമെന്നോ ഒരിക്കലും യേശു ആഗ്രഹിക്കുന്നില്ല. ആയതുകൊണ്ടാണ് ആ മനുഷ്യനെ തേടിയ കടലിൻ്റെ അക്കരെ പോയതും ആ മനുഷ്യനെ വിടുവിച്ചതും. അതേപോലെ പ്രിയ ദൈവമക്കളെ, നമ്മളിൽ എന്തെങ്കിലും ഒരു വിരുദ്ധമായി അല്ലെങ്കിൽ നമുക്കിഷ്ടമല്ലാതെ അല്ലെങ്കിൽ നമ്മളെ അടുത്തവർ ഇഷ്ടപ്പെടാതെ ഏതെങ്കിലും സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റുവാൻ ശ്രമിക്കണം. നമ്മൾ ശ്രമിച്ചാൽ നടക്കത്തില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുകയും ആരാധനകൾ പങ്കെടുക്കുകയും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് സ്നാനത്തിൽ കൂടെ കർത്താവിനോട് ഒത്തുചേർന്ന് ജീവിക്കുമ്പോൾ ഈ അശുദ്ധാത്മാക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറും. നാം വിടുതൽ പ്രാപിക്കും. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെല്ലാം. സ്വയബോധമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാം. അതേപോലെ തന്നെ
സ്വയബോധമുള്ളവരായിട്ട് നമ്മുടെ കുടുംബത്തിനൊരു സമാധാനം വരുത്തുവാൻ നമ്മളെ കൊണ്ട് കഴിയും. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ വരുന്ന ഒരു ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വരുന്ന വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വരുന്ന എന്താ പറയാൻ പിന്നെ ഈ വേണ്ടാത്ത ചിന്തകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് പുറമ്പായിട്ടുള്ള ഒരു ദുർനടപ്പെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ചിന്തയായിരിക്കും. ഏത് ചിന്ത തന്നെ നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് സ്വാഭാവികമായിട്ട് നമ്മൾ വരുന്നതല്ല. അതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര മേഖല ഉണ്ട് എന്ന് എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആയതുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ഇവിടെ ഈ ലോകത്തിലും നമുക്ക് സന്തോഷമായി സ്വയബോധമുള്ളവരായി ജീവിക്കുവാൻ പറ്റും. അതേപോലെ തന്നെ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുവാൻ പറ്റും. ഇതേപോലെ കഷ്ടത്തിലിരിക്കുന്ന അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. ആയതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാനും മാനസാന്തരപ്പെടുവാനും സ്നാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനായി ജീവിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ ഓട്ടത്തെ തീർക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. നമ്മുടെ തലമുറകൾക്കും ആ കൃപ കൊടുത്ത് വഴി നടത്തട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ലഗ്യോൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം പിശാചുക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ആ മനുഷ്യൻ സഹബോധം നഷ്ടപ്പെട്ടവനായി തന്നെത്താനെ എന്ത് ചെയ്യുന്നെന്ന് അറിയാതെ അവൻ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇന്നും നമ്മുടെ ഇടയിൽ കർത്താവെ, താങ്കൾ ചെയ്യുന്നത് എന്തെന്നറിയാതെ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നെന്ന് പോലും അറിയാതെ തങ്ങളുടെ മനസ്സിൽ തോന്നിയതുപോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അതിനൊക്കെ അതിൽ പുറകെ പ്രവർത്തിക്കുന്ന ഒരു അന്ധകാര ശക്തി ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുവാനും യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയിൽ ആശ്രയം പ്രാപിക്കുമ്പോൾ അങ്ങയുടെ ആ ഒരു ആത്മാവിൻ്റെ വെളിച്ചം ഇവരിൽ ഇറങ്ങുമ്പോൾ ഈ ഒരു ദുരാത്മാവിനും നിൽക്കുവാൻ സാധിക്കത്തില്ല. അവൻ നിലവിളിച്ചുകൊണ്ട് ഓടുമെന്നറിയാം. അത് കർത്താവെ, അതേപോലെ ആ പന്നികളെ കൂട്ടത്തിൽ പോയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീടുകളിലുള്ള പറവസമ്പത്തുകളിൽ മൃഗസമ്പത്തുകളിൽ പോലും പിശാച് കയറുമെന്ന്. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, അധിക പ്രാർത്ഥനയോടെ നമ്മുടെ വീടും കാമ്പൗണ്ടും നമ്മളെ വീട്ടിലുള്ളതും സകലതയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ബൈബിൾ വായിച്ചും ആരാധനയിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും ദൈവം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ലോകത്തോടും കഷ്ടങ്ങളിൽ നശിച്ചു പോകാതെ അതേപോലെ വരുന്ന ലോകത്തിലും കഷ്ടപ്പെടാതിരിപ്പാൻ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.